മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്ലയൽ സെൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് നർവസ് സിസ്റ്റം കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ രണ്ട് തരം സെൽസ് ആണ് നമ്മുടെ നർവസ് സിസ്റ്റത്തിൽ ഉള്ളത്. ന്യൂറോൺസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൽസ്, എസെൻഷ്യൽ സെൽസ് ഓഫ് നർവസ് സിസ്റ്റം. അവരുടെ കൂടെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട്, അവരുടെ ഒരു മാട്രിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്ലയൽ സെൽസും. സോ ന്യൂറോൺസിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ, ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. ഇന്ന് നമുക്ക് ഗ്ലയൽ സെൽസ് ഏതൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ടോട്ടലി 5 ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ് ആണുള്ളത്. ഓക്കെ, സോ ഗ്ലയൽ സെൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ന്യൂറോൺസിന് വേണ്ട നറിഷ്മെൻറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ന്യൂറോൺസിനെ ഇൻഫെക്ഷൻസ് ഒക്കെ പോലെയുള്ളതിൽ നിന്നൊക്കെ കവർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രത്യേക തരം, അതുപോലെ അവരുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ, അവരിൽ കൂടിയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനെ സ്പീഡ് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഇങ്ങനെ പല തരത്തിലും ന്യൂറോൺസിനെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ഗ്ലയൽ സെൽസ്. ഒരു മെയിൻ്റനൻസ് സ്ക്രൂ പോലെ എന്ന് പറയാം, ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് സ്ക്രൂ ന്യൂറോണുകൾക്ക് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗ്ലയൽ സെൽസ് ആണ് ശരിക്കും. സോ നമുക്ക് അവരെ ഓരോരുത്തരെയും പരിചയപ്പെടാം. സോ ഫസ്റ്റത്തെ ടൈപ്പാണ് ആസ്ട്രോസൈറ്റ്സ്. ആസ്ട്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആസ്ട്രോഗ്ലയൽ സെൽസ് എന്നും പറയും. സോ ആസ്ട്രോസൈറ്റ്സിൻ്റെ പേര് തന്നെ, ആസ്ട്രോ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്നാണ്. നമുക്കറിയാലോ ആസ്ട്രോളജിയൊക്കെ പോലെ സ്റ്റാർ എന്നർത്ഥം വരുന്ന ഒരു റൂട്ട് വേർഡാണ് ആസ്ട്രോ. ഓക്കെ, സോ ആസ്ട്രോസൈറ്റ്സ് ശരിക്കും കണ്ടാൽ നമുക്ക് സ്റ്റാർ പോലെ തോന്നും. അതുകൊണ്ട് കാരണം സ്റ്റാർസിനെ പോലെ കുറേയധികം ചെറിയ ചെറിയ പ്രോസസ്സുകൾ, ശരിക്കും ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയാം. ഡെൻഡ്രൈറ്റ്സ് ന്യൂറോണുകളുടെ പോലെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഇവരൊരിക്കലും ഇമ്പൾസ് ട്രാൻസ്മിഷൻ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഇവരുടെ പ്രോസസ്സുകളെയും ഡെൻഡ്രൈറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ കുറേയധികം ഡെൻഡ്രൈറ്റ്സോടുകൂടി ഒരു സെൽ ബോഡിയും കുറേ ഡെൻഡ്രൈറ്റ്സോടുകൂടി ഒരു സ്റ്റാറിനെ പോലെ തോന്നിക്കുന്ന സെല്ലുകളാണ് ആസ്ട്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആസ്ട്രോഗ്ലയൽ സെൽസ് എന്ന് പറയും. അപ്പോൾ ഇവരാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ്ട്രോസൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂറോണുകളുടെ പ്രൊട്ടക്ഷനും അവരുടെ നറിഷ്മെൻറ്റും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഗ്ലയൽ സെല്ലാണ്. അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ ബോഡിയിൽ എല്ലാ സെല്ലുകൾക്കും ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നത് കാപ്പിലറികളാണ്. കാപ്പിലറീസും സെൽസും തമ്മിലാണ് എപ്പോഴും എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നടക്കുക. ഡയറക്ട്ലി ബിറ്റ്വീൻ സെൽസ് ആൻഡ് കാപ്പിലറീസ് ആണ്. പക്ഷെ ന്യൂറോണുകൾക്ക് മാത്രം അത് പറ്റില്ല. കാരണം ന്യൂറോൺസിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണം. ബോഡി എപ്പോഴും ഇങ്ങനെ വളരെ പ്രത്യേകതയുള്ള, വളരെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകളാണ് ന്യൂറോൺ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ന്യൂറോൺസ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ്, ഡാമേജിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. മാത്രമല്ല, അവരെങ്ങാനും ഡാമേജ്ഡ് ആയാൽ നമുക്കവരെ റിപ്പയർ ചെയ്യാനും പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വഴിയേ ഉള്ളൂ, അവർ ഡാമേജ് ഉണ്ടാവാതെ നോക്കുക. അതാണ് ബോഡി എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ന്യൂറോൺസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെല്ലുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാപ്പിലറീസുമായിട്ട് കണക്ഷൻ ഇല്ല. അതായത് ബ്ലഡിൽ തന്നെയുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസ് പോലും ന്യൂറോണുകൾക്ക് ഡാമേജ് വരുത്താം. നമുക്കറിയാം, ബ്ലഡ് എല്ലായിടത്തും എത്തേണ്ടതാണ്, സെല്ലുകൾക്ക് ബ്ലഡുമായിട്ട് കോൺടാക്റ്റ് വേണ്ടതാണ്. പക്ഷെ ന്യൂറോണുകൾക്ക് അങ്ങനെ പാടില്ല. അപ്പോൾ ആ ഒരു ബ്ലഡും അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസും ന്യൂറോണുകളുമായിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓഫ് സബ്സ്റ്റൻസസ് എപ്പോഴും ആസ്ട്രോസൈറ്റ്സ് വഴിയായിരിക്കും. ഓക്കെ, ആസ്ട്രോസൈറ്റ്സ് ആണ് ബ്ലഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാപ്പിലറീസിലുള്ള നമ്മുടെ ന്യൂട്രിയൻസിനെ, ഓക്സിജൻ പോലത്തെ ഗ്യാസസിനെ ഒക്കെ ന്യൂറോൺസിന് കൈമാറുന്നത്. അതേപോലെ ന്യൂറോൺസിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ആസ്ട്രോസൈറ്റ്സ് വഴിയാണ് ബ്ലഡിലേക്ക് പോകുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ബ്ലഡിനും, അതായത് നമ്മുടെ കാപ്പിലറീസിനും ഈ ന്യൂറോണുകൾക്കും ഇടയ്ക്ക് ഒരു ബാരിയർ പോലെ, ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ പോലെ, എന്നാൽ അതേസമയം നറിഷ് ചെയ്യാനുള്ള ഒരു വഴിയും ആയിട്ട് നിൽക്കുന്നവരാണ് എപ്പോഴും ആസ്ട്രോസൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ നമ്മൾ കളക്റ്റീവായിട്ട് പറയും, ദേ ഫോം ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, ദേ ആർ ദ സെൽസ് വിച്ച് ഫോം ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിനും, ബ്ലഡിലുള്ള ഏതൊരു സബ്സ്റ്റൻസിനും ബ്രെയിനിലേക്ക്, ബ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന ന്യൂറോണുകളെയാണ്, ന്യൂറോൺസിലേക്ക്, ബ്രെയിൻ ടിഷ്യൂവിലേക്ക് കടക്കണമെങ്കിൽ ഈ ആസ്ട്രോസൈറ്റ്സിൻ്റെ ബാരിയർ ക്രോസ് ചെയ്തേ പറ്റൂ. അവരനുവദിച്ചാൽ മാത്രമേ ബ്ലഡിലേക്ക് ബ്ലഡിൽ നിന്ന് ന്യൂറോൺസിലേക്ക് ഏതൊരു ഏജൻറ്റിനും, ഏതൊരു കെമിക്കലിനും
കടക്കാൻ പറ്റുള്ളൂ, വെദർ ഇറ്റ് ഇസ് ഹാംഫുൾ ഓർ ഇറ്റ് ഇസ് എ നറിഷിങ് ഏജൻറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും. സോ ദേ ആർ ദ ആസ്ട്രോസൈറ്റ്സ്. ഓക്കെ, സോ ആസ്ട്രോസൈറ്റ്സിനെ നമ്മൾ എപ്പോഴും കാണുന്നത് ഇങ്ങനെ ന്യൂറോണുകൾക്കും ക്യാപ്പിറികൾക്കും ഇടയ്ക്കാണ്. ക്യാപ്പിറികളെ ഇങ്ങനെ പൊതിഞ്ഞ് ന്യൂറോണുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആസ്ട്രോസൈറ്റ്സ്. Then we'll pass on to the second type, that is microglial cells. Microglial cells, നമുക്ക് പേരിൽ again there is a clue. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാണ്, ചെറിയ സെല്ലുകളാണ് കമ്പയർഡ് ടു ദ അതർ ഗ്ലയൽ സെൽസ്. ദേ ആർ സ്മോളർ. പക്ഷേ അവർ ശരിക്കും അവരുടെ ഫങ്ഷണലി അവർ കുറച്ചുകൂടി ലാർജർ ആണെന്ന് പറയാം. ബിക്കോസ് ദേ ആർ ഡൂയിങ് ഫാഗോസൈറ്റോസിസ്. അതായത് നമ്മുടെ ന്യൂറോണുകൾക്കെതിരെ ഏതൊരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് വന്നാലും, ബാക്ടീരിയകളോ അല്ലെങ്കിൽ വൈറസസോ ഒക്കെ വന്നാലും ഒരു പരിധി വരെ അത് തടയുന്നത് ഇവരാണ്. സോ ഇവരെന്ത് ചെയ്യും? അവർ അങ്ങനെയുള്ള പതോജൻസിനെ സ്വോളോ ചെയ്ത് അവർ ക്ലീൻ ചെയ്യുന്നു, ന്യൂറോണുകളെ അവരിൽ പതോജൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള മോണോസൈറ്റ്സ് തന്നെയാണ് ഇവർ. മോണോസൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ പലയിടത്തും പോയി എന്താ റെസിഡൻഷ്യൽ സെല്ലുകളായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡിൽ അവർ ഉള്ളപ്പോൾ വി കോൾ ദം മോണോസൈറ്റ്സ്. ബട്ട് വെൻ ദേ മൈഗ്രേറ്റ് ഔട്ട് ഓഫ് ബ്ലഡ്, മൈഗ്രേറ്റ് ഫ്രം ദ ബ്ലഡ് ഇൻ ടു ടിഷ്യൂസ്, ദേ ആർ കോൾഡ് മാക്രോഫേജസ്. പല പേരിലാണ് ഓരോ ടിഷ്യൂസിൽ അവർ അറിയപ്പെടുക. ഇപ്പം നമ്മൾ സ്പ്ലീനിലൊക്കെയാണെങ്കിൽ അവരെ മാക്രോഫേജുകൾ എന്ന് പറയും, ലിംഫ് നോഡ്, സ്പ്ലീൻ, ഇവരൊക്കെ. ആൻഡ് ഇൻ ലിവർ വി കോൾ ദം ആസ് കഫർ സെൽസ്. കഫർ സെൽസ് ഓഫ് ലിവർ അവർ ശരിക്കും ഈ മോണോസൈറ്റുകളാണ്, മാക്രോഫേജുകളാണ് ലിവറിൽ. അതേപോലെ ബോൺസിലുണ്ട് ഓസ്റ്റിയോ ക്ലാസ്റ്റുകൾ എന്ന് പറയും. അപ്പോൾ അതേമാതിരി ബ്രെയിൻ ടിഷ്യൂവിൽ ഉള്ള ഒരു മാക്രോഫേജ് അല്ലെങ്കിൽ മോണോസൈറ്റ്സ്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള മോണോസൈറ്റ്സിനെയാണ് നമ്മൾ മൈക്രോഗ്ലയൽ സെൽസ് എന്ന് പറയാം. സോ മോണോസൈറ്റ്സിനെ എന്താണ് അവർ ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ്. സോ അത് തന്നെയാണ് മൈക്രോഗ്ലയൽ സെൽസിൻ്റെയും ഫങ്ഷൻ. ന്യൂറോണുകളെ ഇൻഫെക്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാറ്റ്സ് അബൌട്ട് മൈക്രോഗ്ലയൽ സെൽസ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഒളിഗോഡെൻഡ്രോഗ്ലയൽ സെൽസ്. ഈ ഒളിഗോ എന്നുള്ള ഒരു റൂട്ട് വേർഡിൻ്റെ അർത്ഥം സ്കാൻറ്റി എന്നാണ്. ലെസ് ഓർ സ്കാൻറ്റി, ലെസ് ഇൻ നമ്പർ. അതായത് ഈ ആസ്ട്രോസൈറ്റ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ ആസ്ട്രോസൈറ്റ്സിന് ഡെൻഡ്രൈറ്റ്സിൻ്റെ നമ്പർ കൂടുതലാണ്. ദാറ്റ്സ് വൈ ദേ ആർ നെയിംഡ് ആസ്ട്രോ, അല്ലേ? സ്റ്റാർ പോലെ കാണപ്പെടുന്നു. ന്യൂമറസ് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഇവിടെ വളരെ കുറച്ച്, ദേ ഹാവ് ഓൺലി എ ഫ്യൂ ഡെൻഡ്രൈറ്റ്സ്. അതുകൊണ്ടാണ് ഒളിഗോ ഡെൻഡ്രോ ഗ്ലയൽ സെൽസ്. ഓക്കെ, ഗ്ലയൽ സെൽസ് വിച്ച് ഹാവ് ഓൺലി എ ഫ്യൂ നമ്പർ ഓഫ് ഡെൻഡ്രൈറ്റ്സ് ആർ കോൾഡ് ഒളിഗോഡെൻഡ്രോ ഗ്ലയൽ സെൽസ്. സോ ഈ സെല്ലുകൾ എപ്പോഴും ചെയ്യുന്നത് മൈലിൻ ഷീറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ന്യൂറോണുകൾക്ക്, പ്രത്യേകിച്ച് ന്യൂറോൺസിൻ്റെ ആക്സോണുകൾക്ക് ഒരു വൈറ്റ് കളറാണുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ മൈലിൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ന്യൂറോണുകളുടെ ആക്സോൺസിൻ്റെ ഒരു വൈറ്റ് കവറിംഗ്. ദാറ്റ്സ് വൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഒക്കെ വരുന്നത് ഇതിൻ്റെ ബേസിസിലാണ്. സോ ഈ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഒളിഗോഡെൻഡ്രോ ഗ്ലയൽ സെൽസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലുള്ള ന്യൂറോണുകളുടെ ആക്സോൺസിൻ്റെ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഒളിഗോഡെൻഡ്രോഗ്ലയൽ സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ദാറ്റ്സ് അബൌട്ട് ഒളിഗോഡെൻഡ്രോഗ്ലയൽ സെൽസ്. അവർക്ക് ഫ്യൂ നമ്പർ ഓഫ് ഡെൻഡ്രൈറ്റ്സേ ഉള്ളൂ. മാത്രമല്ല CNS പ്രധാനമായിട്ട് ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ആദ്യത്തെ 4 ടൈപ്പാണ് CNS ഗ്ലയൽ. CNS കൂടുതലും ഗ്ലയൽ സെൽസ് ഉള്ളത് ദാൻ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ CNS കാണുന്ന ഗ്ലയൽ സെൽസ് ആണ് ഈ ആദ്യത്തെ 4 ടൈപ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ CNS ആക്സോൺസിന് മൈലിൻ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഒളിഗോഡെൻഡ്രോ ഗ്ലയൽ സെൽസ് ആണ്. ഓക്കെ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉള്ള ന്യൂറോണുകളുടെ ആക്സോൺസിന്. സോ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഒളിഗോഡെൻഡ്രോ ഗ്ലയൽ സെൽസ്. ദെൻ കംസ് എപ്പൻഡൈമൽ സെൽസ്. ആക്ച്വലി എപ്പൻഡൈമൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരെ പോലെയല്ല. ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലയൽ സെൽസ്, ഒളിഗോഡെൻഡ്രോഗ്ലയൽ സെൽസ് ഒക്കെ ഏതാണ്ട് ന്യൂറോണുകളെ പോലെ തന്നെ ഇരിക്കും കണ്ടാൽ. നമ്മൾ പറഞ്ഞല്ലോ ഡെൻഡ്രൈറ്റ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ദേ നെവർ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ്. പക്ഷേ എപ്പൻഡൈമൽ സെൽസ് അങ്ങനെയല്ല. നമ്മൾ സാധാരണ എപ്പിത്തീലിയൽ സെൽസിനെയൊക്കെ പോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പ്രോസസ്സുകൾ, ഡെൻഡ്രൈറ്റ്സ് പോലെയുള്ള പ്രോസസ്സുകളൊന്നും ഇല്ലാതെ ജസ്റ്റ് എപ്പിത്തീലിയൽ സെൽസിനെ പോലെ ഇരിക്കുന്ന സെല്ലുകളാണ് എപ്പൻഡൈമൽ സെൽസ്. അപ്പോൾ എപ്പൻഡൈമൽ സെൽസും അഗെയിൻ CNS തന്നെയാണുള്ളത്. നമുക്കറിയാലോ CNS, അതായത് എന്താ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ CSF എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അല്ലേ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നമുക്ക് ബ്രെയിനിൻ്റെ അകത്ത് വെൻട്രിക്കിൾസിൽ കാണാം. വെൻട്രിക്കിൾസ് എന്ന് പറയുന്ന സ്പേസസിനകത്ത് ഈ ഫ്ലൂയിഡ് ഉണ്ട്. അതേപോലെ മെനിഞ്ചസിൻ്റെ ഉള്ളിലും ഉണ്ടാവും. മെനിഞ്ചസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കവറിംഗ് ഫോർ ബോത്ത് ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. അപ്പോൾ ഈ മെനിഞ്ചസിൻ്റെ സ്പേസുകളുടെ ഉള്ളിലും ഉണ്ടാവും. സോ ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എപ്പൻഡൈമൽ സെൽസിന് ഫങ്ഷൻ. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ വെൻട്രിക്കിൾസിൻ്റെയൊക്കെ ഒരു ലൈനിങ് സെല്ലുകളായിട്ട് നമുക്ക് ഈ എപ്പൻഡൈമൽ സെൽസിനെ കാണാം. അവിടെ ഇരുന്നു കൊണ്ട് ദേ പ്രൊഡ്യൂസ് ദ
സി എസ് എഫ് എവിടെ വെൻട്രിക്കിൾസിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ വെൻട്രിക്കിൾസിനെ കോട്ട് ചെയ്യുന്നു, ലൈൻ ചെയ്യുന്നു, ആൻഡ് ദേ ഓൾസോ പ്രൊഡ്യൂസ് ദ സി എസ് എഫ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ വെൻട്രിക്കിൾസ്. അപ്പോൾ അതാണ് എപ്പൻഡൈമൽ സെൽസിൻ്റെ ജോലി. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ പി എൻ എസിൽ കാണുന്ന ഒരു ഗ്ലയൽ സെല്ലും കൂടി പറയാം. അതാണ് ഷ്വാൻ സെൽസ് എന്ന് പറയും. പി എൻ എസിൽ കാണുന്ന, നമ്മുടെ പെരിഫറൽ നെർവ്സിൽ കാണുന്ന ഒരു തരം പ്രത്യേകതരം ഗ്ലയൽ സെല്ലാണ് ഷ്വാൻ സെൽ. നമ്മളിപ്പോൾ ഒളിഗോഡെൻഡ്രോഗ്ലയൽ സെൽസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു, മൈലിൻ ഷീത്ത് ഉണ്ടാക്കുക ഫോർ ദ ആക്സോൺസ് ഓഫ് ദ സി എൻ എസ്. പക്ഷേ നേരെ മറിച്ച് പി എൻ എസിലുള്ള ആക്സോണുകൾക്ക് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നതാണ് ഷ്വാൻ സെൽസിൻ്റെ ഫംഗ്ഷൻ. ഏതാണ്ട് ഇവർ തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. But oligodendroglial cells produce myelin sheath for axons in the CNS, and Schwann cells produce myelin sheath for axons of the PNS. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. സോ ഇവരാണ് പ്രധാനമായിട്ടും നമ്മുടെ പി എൻ എസിൽ കാണുന്ന ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഗ്ലയൽ സെൽസ് ഭൂരിഭാഗം ഉള്ളത് സി എൻ എസിൽ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 4 പേരാണ് സി എൻ എസിൽ കാണപ്പെടുന്ന ഗ്ലയൽ സെൽസ്. ഈ ഷ്വാൻ സെൽസ് മാത്രമാണ് നമ്മളിപ്പോൾ, ഞാൻ വേറെയും ചില മൈനർ ടൈപ്സ് ഉണ്ട്, ബട്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലയൽ സെൽ ഫൗണ്ട് ഇൻ ദ PNS, peripheral nerve system. Okay, so that produces the myelin sheath of axons in the PNS. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട 5 തരം ഗ്ലയൽ സെൽസ്. നമ്മൾ ഗ്ലയൽ സെൽസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഗ്ലയൽ സെൽസ് എപ്പോഴും എണ്ണത്തിലും ന്യൂറോണുകളെക്കാൾ കൂടുതലുണ്ട്. ന്യൂറോൺസിനേക്കാളും കൂടുതൽ നമ്പറുണ്ട്. അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല അവർ ന്യൂറോണുകളുടെ ഒരു പ്രൊട്ടക്ഷനും നറിഷ്മെൻറ്റും അവരുടെ ഫങ്ഷൻസിന് സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെയാണ് ഗ്ലയൽ സെൽസിൻ്റെ ഫങ്ഷൻ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമ്മൾ സി എൻ എസ് ഓർഗൻസിനെ പറ്റി, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. അപ്പോൾ അതെന്തായാലും അടുത്ത വരുന്ന വീഡിയോയും നിങ്ങൾ തുടർന്ന് കാണണം. സോ ബ്രെയിൻ, സ്പൈനൽ കോഡ്, പിന്നെ നമുക്ക് മെനിഞ്ചസ് പഠിക്കണം, പിന്നെ അത്യാവശ്യം കുറച്ച് ഡിസീസുകൾ. സോ അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സജഷൻസും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, കമൻസിൽ പറയുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.